നമ്മൾ കുത്താമ്പുള്ളിയിൽ പോകുന്നു ഓണക്കോടി എടുക്കാൻ. നമ്മുടെ കൂടെ സുബിയുണ്ട്, ലിവിയുണ്ട്, ഞാനുണ്ട്, അച്ഛനുമുണ്ട്, അമ്മയുമുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കുത്താമ്പള്ളിയിൽ ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. അപ്പോൾ ഓണക്കോടി എടുക്കാനായിട്ടാണ്. അപ്പം എൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഓണക്കോടി എടുക്കാനും പിന്നെ ഇവിടെ ഉള്ളവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ എയർ ഹാൻഡ്ലൂംസിലോട്ടാണ് പോണത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഓണമാണ്. അപ്പോൾ ഓണത്തിന് എന്തായാലും സ്പെഷ്യലായിട്ട് സെറ്റുമുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഷോപ്പായതുകൊണ്ട് തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഷോപ്പിലോട്ട് പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര ഉണ്ടായി. എൻ്റെ ഉള്ളിൽ കാണാനായിട്ട് മിക്ക വീഡിയോസിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് ഇത് കണ്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല അടിപൊളിയാണ്. നല്ലതെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ ഒരു വൈബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് കയറിയപ്പോൾ തന്നെ അവർ ചോദിച്ചു എന്താ വേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ സാരി എടുക്കാനാണ് മെയിൻ ചെന്നത്. അങ്ങനെ മേലയിലേക്ക് പോകേണ്ട വന്ന്. അപ്പോൾ ലിഫ്റ്റിൽ ഞങ്ങൾ മേലോട്ട് കയറി. അപ്പോൾ ഇവിടെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. സെലിബ്രിറ്റീനായിട്ട് എടുത്ത ഫോട്ടോസ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങ് മേലോട്ട് കയറി. ഞാൻ കൂടുതൽ നോക്കിയത് ധാവണിയുടെ ഒരു സെക്ഷനാണ്. ഇതാണ് ഞാൻ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. ഇവിടെ കുറേ പേരിങ്ങനെ അത് വെച്ച് നോക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അവർ അവിടുത്തെ സ്റ്റാഫ് അവർക്ക് ഉടുപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് സാരിയുടെ സെക്ഷൻ കേട്ടോ. സാരി ഇങ്ങനെ അട്ടിക്ക് വെച്ചേക്കണേണ് അവിടെ. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ എടുക്കുക. അതായത് നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 2-3 എണ്ണം സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു പുള്ളി വരുന്നത്. പിന്നെ ഇവിടുത്തെ അമ്മയ്ക്കും അമ്മ നോക്കുന്നുണ്ടായിരുന്നു, എൻ്റെ അമ്മയ്ക്കും നോക്കുന്നുണ്ടായിരുന്നു സാരി. അങ്ങനെ കുറേ കൺഫ്യൂഷനായിട്ട്. കാരണം നല്ല നല്ല സാരികളുണ്ട് അവിടെ. പല പല റേറ്റ് കേട്ടോ. എല്ലാം സെയിം റേറ്റ് ഒന്നുമല്ല, പല പല റേറ്റാണ് കിടക്കുന്നത്. അങ്ങനെ അവസാനം ഞങ്ങൾ 2-3 സാരികൾ എടുത്ത് എന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഒരു സാരി എടുത്തത്. അങ്ങനെ കുറേ നേരം നമ്മൾ ചിലവഴിച്ചവിടെ. കാരണം നമുക്കിങ്ങനെ കുറേ ഡ്രസ്സ് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാവും, ഏതെടുക്കും എന്നുള്ളത്. ഞാനാണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങിയെടുക്കിയിരുന്നു. അവസാനം നമ്മൾ ഈ 2 സാരി എന്നാണ് ഒരെണ്ണം എടുത്തേക്കണം. സാരി ലാസ്റ്റ് കാണിച്ചേക്കാം കേട്ടോ. ലാസ്റ്റ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു സാരി കാണാൻ. അപ്പോൾ ഞാനതിങ്ങനെ വെച്ച് നോക്കിയിരുന്നു. നല്ല രസമുണ്ട്. എനിക്കൊരു സാരി എടുക്കണമെന്നുണ്ട്, പക്ഷേ ഞാൻ സാരി എടുക്കാത്തതുകൊണ്ട് എടുത്തില്ല. അല്ലെങ്കിൽ എനിക്ക് ഒരെണ്ണം എടുക്കാമായിരുന്നു. അതിനവസാനം നമ്മളൊരു സാരി എടുത്ത് പിന്നെ അച്ചാമ്മക്ക് സെറ്റ് മുണ്ട് എടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് മുണ്ടിൻ്റെ സെക്ഷനിലോട്ടൊക്കെ പോയി. അവിടെ എൻ്റെ പൊന്നോ സെക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇതാവും, ദൂരം സാരികളായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് അച്ചാമ്മക്കും പിന്നെ എൻ്റെ അമ്മൂമ്മയ്ക്കും വേണ്ടിയിട്ട് ഒരു സെറ്റിൻ്റെ ഇതെടുത്തു. പിന്നെ ബിബിക്ക് ഒരു മുണ്ട് എടുത്തു. അവന് മുണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുഞ്ഞു കുട്ടികളുടെ കുട്ടിയുടുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് എല്ലാ പ്രായക്കാർക്കും വേണ്ടിയിട്ടുള്ള സെറ്റിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അടിയിൽ ബില്ലടിക്കാൻ വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. കൈത്തറി, അതായത് നെയ്യണ സംഭവം ഞാൻ നേരിട്ട് കാണുന്നത് ഇവിടെ ഷോപ്പിൽ നേരിട്ട് കാണാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ ബില്ലടിക്കാൻ നിന്നു. തിരക്ക് കുഴപ്പമുണ്ടായില്ല. അങ്ങനെ അത്യാവശ്യം അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. ഇവിടെ അച്ഛൻ്റെ ഓട്ടോറിക്ഷയൊക്കെയാണ് വന്നത്. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ ചായക്കട ഉണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ കയറി. അപ്പോൾ എല്ലാവർക്കും ചായയും കടിയും ഉണ്ടായിരുന്നു. നമ്മൾ ചായയൊക്കെ കുടിക്കുന്നത് എന്നെ എടുത്തുകൊണ്ട് കഴിക്കുന്നവൻ ഫുള്ള്. ഞാനൊരു ചായ 2 പടിയും എല്ലാം കഴിച്ചു. അവരും കഴിച്ചു, എല്ലാവരും കഴിച്ചു. നമ്മൾ ചായയൊക്കെ കുടി കഴിഞ്ഞ് വീട്ടിലോട്ടൊക്കെ വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ഉണ്ടാവുള്ളൂ ഇവിടേക്ക് കുത്താമ്പുള്ളിക്ക്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ടൊക്കെ വന്ന്. ഇത് ഇവിടുത്തെ അമ്മയ്ക്ക് എടുത്ത സാരി നല്ല രസം തന്നെയാണ്. ലൈറ്റ് കളർ, പേസ്റ്റൽ കളർ. ഇത് അമ്മക്ക് സെറ്റ് സാർ എയർ ഹാൻഡ്ലൂംസ്. ഇത് എൻ്റെ അമ്മൂമ്മയ്ക്ക് സെറ്റുമുണ്ട്. വിവിക്കുമുണ്ട്. എനിക്ക് ഓണത്തിന് എടുക്കാം. പിന്നെ എനിക്ക് എടുത്തത് എനിക്ക് എടുക്കാൻ നാളെ പോയിട്ട് എടുക്കുന്നത് ഇത് ഫ്രോക്ക് നൈറ്റ് വീട്ടിലിടെ. ഇത് എൻ്റെ അച്ഛന് ഷർട്ട്, ഗ്രീൻ കളർ ഷർട്ട്, ഓണക്കോടി എൻ്റെ വീട്ടുകാർക്ക് ഇത്രോളൂ. എൻ്റെ അമ്മയ്ക്ക് ഇവിടെ നിന്ന് ഓണക്കോടി എടുക്കുന്നത്. നല്ല രസമുണ്ടല്ലേ, നന്നായിട്ട് ഒതുങ്ങണം.
ഇതാണ് എൻ്റെ അമ്മയ്ക്ക് എടുത്ത സാരി. നല്ല രസമുണ്ടായിരുന്നിട്ട് സാരിയാണ്. ഒരു പീക്കോക്ക് ബ്ലൂവും നേവി ബ്ലൂവും കൂടി ചേർന്ന സാരിയാണ്. നല്ല ഒതുങ്ങണ സാരിയാണ്. ഞാൻ അത് നോക്കി എടുത്തതാണ്. അപ്പോൾ എടുക്കാൻ സിമ്പിളായിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. പിന്നെ പണി വന്നത് മടക്കി വെക്കാൻ. അതേപോലെ മടക്കി വെക്കാൻ കുറച്ച് നേരം പെട്ടു. പിന്നെ അവർ പിടിച്ച് തന്നിട്ട് ഒരു ഇതിന് പിന്നെ എന്തായാലും മറ്റൊരു മടക്കി പോലെ എന്തായാലും ആവില്ല. അപ്പോൾ ഉള്ള ഇതിനെ ഞങ്ങളാക്കി വെച്ച്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴി ചിക്കൻ മേടിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ വെക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ സവാള കരിയായിരുന്നു നമ്മളിന്ന്. സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ ടപ്പ് വെറുതെ അരിഞ്ഞ് കറി വെക്കാനുള്ള പരിപാടിയിലാണ്. നമ്മൾ ടി വി കണ്ടുകൊണ്ടാണ് അരിയണത്. മെയിനായിട്ട് ബിഗ് ബോസ് ആയിരുന്നു. ബിഗ് ബോസിൻ്റെ പരസ്യമായിരുന്നു കേട്ടോ. അത് കണ്ടുകൊണ്ട് അരിയുന്നുണ്ടായിരുന്നു. പിന്നെ അച്ചാമ്മയും കാണുന്നുണ്ടായിരുന്നു ടി വി അപ്പുറത്തിരുന്ന്. അപ്പോൾ നമ്മൾ സവാളയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ സവാള അടപ്പിൽ വെച്ച് വാട്ടാൻ വെച്ച്. പിന്നെ ചിക്കൻ മേടിച്ചത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയാണ് കറി വെച്ചത്. ഞാൻ അവിടെ ഇരുന്ന് സവാള അരിയാനോടൊപ്പം തക്കാളി അരിഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളി അരിഞ്ഞ പകുതി അതില്ല. ഞങ്ങളെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ഓക്കെ, ഇത് നമ്മുടെ അതിഥി കുട്ടൂസ്. അപ്പോൾ ഓക്കെ, ബൈ.